Good morning, dear students. I'm again with another class for you in the theory of consumer behavior. Second module നമ്മൾ തുടങ്ങുന്ന ക്ലാസ്സാണ്. So in the last class we have seen about the how a consumer select a product, what makes him to select a product, what makes him to buy a product എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണമെന്ന് പറഞ്ഞത്, ഒരു ഡിമാൻഡ് വേണം. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്? വില്ലിങ്നെസ് ടു ബൈ എ പ്രോഡക്റ്റ് മാത്രമല്ല, അതിനുള്ള എബിലിറ്റി വേണം, കപ്പാസിറ്റി വേണം. എന്നാലാണ് നമുക്ക് പ്രോഡക്റ്റിന് ആ പ്രോഡക്റ്റ് നമ്മുടെ സ്വന്തമാക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിലേതെങ്കിലും ഒന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, നമുക്ക് ആ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത് എക്കണോമിക്സിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ക്ലിയർ? ഇനി ഞാൻ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിന് യൂട്ടിലിറ്റി ഉള്ളതാണോ എന്നുള്ളത് നോക്കണം. ഓക്കെ, അതിന് യൂട്ടിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് ഒന്നുമില്ല, അതിൻ്റെ ആവശ്യം തന്നെ ഇല്ല എന്നുള്ളതാണ്. സോ വാട്ട് ഡു യു മീൻ ബൈ ദ വേർഡ് യൂട്ടിലിറ്റി? സോ വെൻ യു ബൈ എ പ്രോഡക്റ്റ് ഓർ വെൻ യു കൺസ്യൂം എ പ്രോഡക്റ്റ്, if you are satisfied, that means that product is fully filled with utility. അപ്പോൾ ഇവിടെ യൂട്ടിലിറ്റിനെ കുറിച്ച് പറയുമ്പോൾ പല കാര്യങ്ങളും നമുക്കിതിൽ വരുന്നുണ്ട്. ചില ഇതിൽ നമുക്ക് യൂട്ടിലിറ്റി മെഷർ ചെയ്യാനായിട്ട് സാധിക്കും, ചില കാര്യങ്ങളിൽ മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഡീറ്റെയിലേക്ക് വരുന്നുള്ളൂ. സോ ഫസ്റ്റ് തിങ് ഈസ് യൂട്ടിലിറ്റി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ദിസ് മീൻസ് എ കമോഡിറ്റി പൊസസ് യൂട്ടിലിറ്റി എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ദറ്റ് ഈസ് വൈ വി ഡിമാൻഡ് ദി കമോഡിറ്റീസ് ആൻഡ് സർവീസസ്. ഒരു പ്രോഡക്റ്റിനോ ഒരു കമോഡിറ്റിക്കോ ഒരു സർവീസിനോ ദറ്റ് ഈസ് യൂട്ടിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഡിമാൻഡ് ഉണ്ടാവുള്ളൂ, അതല്ല എന്നുണ്ടെങ്കിൽ അതുണ്ടാവില്ല. ഇഫ് എ തിങ് ഹാസ് നോ യൂട്ടിലിറ്റി നോ വൺ വുഡ് ഡിമാൻഡ് ഇറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു യൂട്ടിലിറ്റി, ഒരു പ്രോഡക്റ്റിന് അതിനെ കൊണ്ടൊരു ഉപകാരം ഇല്ല, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ കൊണ്ട് ഒരു വ്യക്തിനെ, യൂസ് ചെയ്യുന്ന വ്യക്തിനെ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന വ്യക്തിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ഉപകാരമില്ലാത്ത പ്രോഡക്റ്റാണ്. ഉപകാരമില്ലാത്ത പ്രോഡക്റ്റിലെ മാർക്കറ്റിൽ ഒരു വാല്യൂ പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ നോ വൺ demands a product if it has no value or no utility എന്നുള്ളതാണ്. ഓക്കെ, സെക്കൻഡ് തിങ് ഈസ് ദ ടേം യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി കപ്പാസിറ്റി ഓഫ് പവർ ഓഫ് എ കമോഡിറ്റി ടു സാറ്റിസ്ഫൈ എ വാണ്ട്. ഒരാളുടെ വാണ്ട് അല്ലെങ്കിൽ ഒരാളുടെ നീഡ്, അല്ലെങ്കിൽ ഒരാളുടെ ഡിസയർ എന്ന് പറയുന്ന സംഭവം സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്താണോ, ദാറ്റ് ഈസ് നോൺ ആസ് യൂട്ടിലിറ്റി. Utility is generally defined as the capacity or power of a commodity to satisfy a want എന്നുള്ളതാണ്. ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ വാണ്ടിന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാവുന്ന ഏത് കമ്മോഡിറ്റിയാണോ, എന്ത് പവറാണോ, ദാറ്റ് ഈസ് നോൺ ആസ് യൂട്ടിലിറ്റി. If a commodity does not satisfy a human want, then we say that particular commodity has no utility എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ യൂട്ടിലിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ എങ്ങനെ ഡിസൈഡ് ചെയ്യും? what is the measure of that? If that particular commodity is able to satisfy a person's want. ഓക്കെ, അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ വാണ്ടിന് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇനി അടുത്തത് യൂട്ടിലിറ്റിയുടെ രണ്ട് കാറ്റഗറിയിലേക്കാണ് പോണത്. ഒന്ന് ടോട്ടൽ യൂട്ടിലിറ്റിയും മറ്റൊന്ന് മാർജിനൽ യൂട്ടിലിറ്റി. സോ വാട്ട് ഡു യു മീൻ ബൈ ടോട്ടൽ യൂട്ടിലിറ്റി? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് സം ഓഫ് യൂട്ടിലിറ്റീസ് ഒബ്റ്റെയിൻഡ് ഫ്രം കൺസ്യൂമിങ് all the units of a commodity. ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ അതിൻ്റെ ഡിവൈഡ് ചെയ്തിട്ടുള്ള എല്ലാ യൂണിറ്റ്സും കൺസ്യൂം ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ ഓരോ യൂണിറ്റിനും അതിൻ്റേതായ യൂട്ടിലിറ്റി ഉണ്ട്.
സോ നമ്മൾ ഒരു കമ്മോഡിറ്റീനെ പല യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാ യൂണിറ്റ്സും നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ്? അപ്പോൾ ഓരോ യൂണിറ്റിനും നമ്മൾ 5 ആണ് നമ്മുടെ ടോട്ടൽ നമ്മൾ യൂട്ടിലിറ്റി കൺസിഡർ ചെയ്തേക്കണമെന്ന് വിചാരിക്കാം. സോ നമ്മളത് 5 പാർട്സ് ആക്കിയിട്ടാണ് നമ്മളൊരു കമ്മോഡിറ്റീനെ ഡിവൈഡ് ചെയ്തേക്കണമെന്ന് വിചാരിക്കുക. ഓരോ പാർട്ടിനും 5. സോ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 25 ആണ്. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി ഫുള്ളി കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 25 യൂണിറ്റ്സ് ആണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മാർജിനൽ യൂട്ടിലിറ്റിയാണ്. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 1, മാർജിനൽ യൂട്ടിലിറ്റി 1. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് when a person consumes the additional unit, okay, and what he gets from that additional unit എന്നുള്ളതാണ്. what utility he gets from that additional unit എന്നുള്ളതാണ് നമ്മുടെ എന്തായി വരുന്നത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, if a person consumes 5 units and he gets 200 utility. Okay, so when he consumes the 6th unit, he gets 230. Total units കിട്ടുന്നത് 230. So his marginal utility എന്ന് പറയുന്നത് 30 ആണ്. So what he gets after consuming the 5 units, he is getting 200. So what he is getting after consuming the 6th additional unit, 6th additional unit consume ചെയ്യുമ്പോൾ he is getting 230. So what is the additional utility he is getting? 30. Okay, so that unit is known as marginal utility. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ഏതൊരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസിനെയോ if it has the satisfying power, അതിനെയാണ് we call it as utility എന്ന് പറയുന്നത്. So we can divide that utility into 2, total utility and marginal utility. Total utility എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ what we are getting, the total units, the sum of total units is known as the total utility. And marginal utility means what you are consuming the additional unit and how much you are getting the additional utility, that is known as marginal utility എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ യൂട്ടിലിറ്റിയിൽ തന്നെ ഞാൻ പറഞ്ഞു ചിലത് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും, നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു പേഴ്സൻ്റെ ഹൈറ്റ്, വെയ്റ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ എന്താ പറയുക ലെങ്ത് അല്ലെങ്കിൽ അയാളുടെ ടെമ്പറേച്ചർ, ഇസ് എവറിത്തിങ് ആർ മെഷറബിൾ. Okay, we can use we can use it and we can measure it by using different weighing scales or measuring patterns. എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവും. ഇപ്പോൾ ലെങ്ത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നത് സെൻറ്റിമീറ്റേഴ്സ് ആവാം, ഓക്കെ, അല്ലെങ്കിൽ ഫീറ്റ് ആയിരിക്കാം, ആ ലെവലിലായിരിക്കാം. ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാം. അതേപോലെ തന്നെ വെയ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻ കിലോഗ്രാംസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ സെൽഷ്യസിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഫാരൻഹീറ്റിലോ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇൻ ഡിഫറെൻറ്റ് മെഷറിംഗ് സ്കെയിൽസ് വി ക്യാൻ മെഷർ ഓൾ ദോസ് തിങ്സ്. The ultimate thing is the cardinal utility means we can measure it in units എന്നുള്ളതാണ്. Okay, so the cardinal utility theory states that utility is measurable, such as height, weight, length and temperature. According to cardinal utility theory is measurable cardinally or quantitatively. It means utility can be measured in cardinal numbers like 1, 2, 3 and so on. അപ്പോൾ അങ്ങനെ ഏത് യൂട്ടിൽസ് ആണോ we can measure എന്ന് പറയുന്നത് that comes under cardinal utility approach എന്നാണ്. cardinal analysis എന്നും നമ്മൾ പറയാറുണ്ട്. So we can see about the assumptions about this theory. Okay, assumptions here given it is measurable in numerical terms. Every consumer is rational and every rational consumer intends to maximize
his or her satisfaction from the money or from the income he or she has. നമ്മുടെ കയ്യിൽ ഓരോ ഹ്യൂമൻ ബീയിങ്ങിൻ്റെയും അല്ലെങ്കിൽ ഓരോ കൺസ്യൂമറിൻ്റെയും നമുക്ക് അവരുടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് മെഷറബിൾ ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി മെഷറബിൾ. അത് ഒരു പേഴ്സൻ്റെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അവരുടെ കയ്യിലുള്ള ഇൻകം പവർ എത്രയാണോ, മണി പവർ എത്രയാണോ, അതിനെ ബേസ് ചെയ്തിട്ട് ഇറ്റ് ഈസ് മെഷറബിൾ എന്നുള്ളതിന്. അപ്പോൾ ഏതിനാണോ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നത്, ഓക്കെ, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദ കൺസ്യൂമർ ഹാസ് ലിമിറ്റഡ് ഇൻകം ടു സ്പെൻഡ് ഓൺ ദി ഗുഡ്സ് ആൻഡ് സർവീസസ് ഹി ഓർ ഷീ ചൂസസ് ടു കൺസ്യൂം. അപ്പോൾ നമ്മൾ കൺസ്യൂം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് ഏതാണോ അതിൻ്റെ മാക്സിമം അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റഡ് ഇൻകം ടു സ്പെൻഡ്, നമ്മൾ അതിന് വേണ്ടി മാറ്റി വെച്ചേക്കുന്ന ലിമിറ്റഡ് ഇൻകം എത്രയാണോ അതിൽ നിന്ന് കിട്ടുന്ന മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എത്രയാണോ അതിനെ ബേസ് ചെയ്തിട്ടുണ്ട് ഹൗ വി ചൂസ് ദി പ്രോഡക്റ്റ് എന്നുള്ളത്. സോ നമ്മൾ നേരത്തെ പല ക്ലാസ്സുകളിലും മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു കാര്യം ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ലിമിറ്റഡ് ആയിരിക്കും. അതാണ് നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക. ഓക്കെ, മെയിനായിട്ട് ഫിനാൻഷ്യൽ കപ്പാസിറ്റിയാണ് സാധാരണ ലിമിറ്റഡ് സോഴ്സായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ ഫിനാൻഷ്യൽ കപ്പാസിറ്റി അതിനെ ബേസ് ചെയ്തിട്ടാണ് വിച്ച് പ്രോഡക്റ്റ് ഓർ വിച്ച് കമോഡിറ്റി വി വോണ്ട് ടു അക്വയർ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുക. ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻകം എന്നുള്ളതാണ്. യൂട്ടിലിറ്റി ഗെയിൻഡ് ഫ്രം ദി സക്സസീവ് യൂണിറ്റ്സ് ഓഫ് എ കമോഡിറ്റി ഗോസ് ഓൺ ഡിമിനിഷിങ്. ഓരോ യൂട്ടിലിറ്റിയും നമ്മൾ കൺസംഷൻ കൂടുന്തോറും യൂട്ടിലിറ്റി കുറയാണ് ചെയ്യുക. അത് പിന്നീട് നമുക്ക് എക്സാമ്പിളോട് കൂടിയിട്ട് പറഞ്ഞുതരാം. The marginal utility of money remains constant. The utilities are independent. The commodities are neither substitutes nor complements. അപ്പോൾ യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. അവിടെ നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെയോ അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ്സിൻ്റെയോ ഒന്നും അവിടെ നമ്മൾ മെഷർ ചെയ്യുന്നില്ല. Utility derived from various goods and services consumed by consumer can be added together to obtain the total utility. അപ്പോൾ എത്രത്തോളം ഗുഡ്സ് കൺസ്യൂം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം സർവീസ് കൺസ്യൂം ചെയ്തിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് ടോട്ടൽ യൂട്ടിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത്. So like those assumptions we have some limitations also. We can see what are the limitations in this. So here utility is subjective. ഇത് സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ അത് കാരണം ഇറ്റ് കനോട്ട് ബി മെഷേർഡ് കാർഡിനലി. നമുക്ക് ഒരു പ്രോഡക്റ്റ് നമുക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്നത് നമ്മുടെ സാറ്റിസ്ഫാക്ഷനാണ്. സോ അതിന് നമുക്ക് ഒരു സ്കെയിലിട്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് ഇതിൻ്റെ തിയറി പറയുന്നത്. The cardinal approach assumes that the utility depends upon the commodity alone. This assumption is not correct. So കമ്മോഡിറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതല്ല കാർഡിനൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ ഒരു പ്രോഡക്റ്റ് അക്വയർ ചെയ്യണം എന്ന് നമ്മൾ വല്ലാണ്ട് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. ആഗ്രഹം ഇല്ലാത്ത സമയത്താണ് അത് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉണ്ടാവണമെന്നില്ല. സോ ദ സാറ്റിസ്ഫാക്ഷൻ ലെവൽ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. The utility analysis is unable to explain the existence of the given goods. Given goodsലും നമുക്കത് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. The assumption that man is rational is not correct. No consumer compares the utility and disutility from each unit of a commodity while buying it. ഓരോ യൂണിറ്റും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് യൂട്ടിലിറ്റിയും ഡിസ്യൂട്ടിലിറ്റിയും ഒന്നും നമ്മൾ നോക്കാറില്ല. The cardinal approach does not study the income effect, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, അതേപോലെ തന്നെ പ്രൈസ് എഫക്റ്റ്, ഇതിനെക്കുറിച്ച് ഒന്നും അത് സ്റ്റഡി ചെയ്യുന്നില്ല. സ്റ്റഡി ചെയ്യാതെ ജസ്റ്റ് ഓരോ യൂണിറ്റും കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്താണോ അത് മെഷർ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്കവിടെ വരുന്നുള്ളൂ. The marginal utility of money is assumed to be constant. That is, this is not true എന്നുള്ളതാണ്. The law of diminishing marginal utility does not apply to money. ഇനി നമുക്കതിൽ വരുന്നത് ദറ്റ് ഈസ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ് നമുക്കിതിൽ പറയാനുള്ളത്. സോ ലോ ഓഫ് ഡിമിനിഷിങ് എന്ന് പറയുമ്പോൾ ഇൻ ടേംസ് ഓഫ് യൂട്ടിലിറ്റി ദിസ് ക്യാൻ ബി, അതായത് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഇൻ ടേംസ് ഓഫ് യൂട്ടിലിറ്റി അനാലിസിസ്, അതിൽ വരുന്നത് 3 കാര്യങ്ങളാണ്. ഫണ്ടമെൻ്റൽ ലോസ് എന്ന് പറയുന്നത് 3 ലോസാണ് വരുന്നത്. ഒന്ന് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി,
അതേപോലെ തന്നെ സെക്കൻഡ് വൺ ഇസ് ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് തേർഡ് വൺ കോൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. അപ്പോൾ എന്താണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ളതാണ്. സോ ഈ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ചില സമയത്ത് അത് കുറയും. ഓക്കെ, അത് എപ്പോഴാണ് കുറയുന്നത്? വെൻ യു കൺസ്യൂം more and more of a commodity, you get less and less of the marginal utility എന്നാണ് അത് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, വെൻ എ പേഴ്സൺ, ഇതിൽ തന്നിട്ടുള്ള നല്ലൊരു എക്സാമ്പിൾ തന്നെയാണ്, നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള നല്ലൊരു എക്സാമ്പിൾ തന്നെയാണ്. വെൻ എ പേഴ്സൺ ഇസ് hungry just like anything, so he gets a very sweet mango in front of him, so eagerly he washes it and he consumes it immediately. വേറെ ഒന്നും അവിടെ ഇല്ല, പക്ഷെ നല്ല മാമ്പഴങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സോ ഭയങ്കര വിശപ്പോട് കൂടിയിട്ടാണ് ഇയാൾ വരുന്നത്. സോ ഹി കൺസ്യൂംസ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ഫസ്റ്റ് വൺ, അത് കൺസ്യൂം ചെയ്തപ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ഭയങ്കര ഒരു സമാധാനം കിട്ടി. ആ വിശപ്പിന് ഒരു ശമനം കിട്ടി അയാൾക്ക്. ഓക്കെ, പിന്നെയും മാമ്പഴങ്ങൾ ഇങ്ങനെ എത്ര ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴങ്ങൾ അവിടെ ഇരിക്കണം. സോ ഇയാൾ എന്ത് ചെയ്തു? അഗെയിൻ ഹീ ടുക്ക് ദി സെക്കൻഡ് വൺ, രണ്ടാമത്തതും എടുത്തു. ദറ്റ് വാസ് ഓൾസോ സോ നൈസ് എന്നുള്ളതാണ്. ഓക്കെ, അതും കഴിച്ചു. എന്നാലും ആദ്യത്തേൻ്റെ അത്രയില്ല, ഇതിന് ഇത്തിരി മധുരം കുറവുണ്ടോ, അല്ലെങ്കിൽ ഇതിന് ഇത്തിരി പഴുപ്പ് കുറവുണ്ടോ, അല്ലെങ്കിൽ ഇത്തിരി പുളിപ്പ് കൂടുതലുണ്ടോ എന്നിങ്ങനെ ഒരു കൺഫ്യൂഷൻസ് അയാൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അഗെയിൻ he was not planning to stop with that. He was again having an interest to have the third one also. He had the third one. So he had the third one. അവിടെയും എന്തുണ്ടായിരുന്നുണ്ടെങ്കിൽ again little bit ആൾക്ക് പിന്നെയും സംശയം തോന്നി, അയ്യോ ഇത് ആദ്യം കഴിച്ചതിൻ്റെ അത്ര മധുരം ഇല്ലല്ലോ എന്നുള്ളത് പറയാം. ആൻഡ് ദെൻ ഇങ്ങനെ അയാൾ 4ഉം 5ഉം 6ഉം ഏകദേശം 6 കഴിച്ചപ്പോഴേക്കും ഇയാൾക്ക് ലിമിറ്റ് കഴിഞ്ഞു. 6 മാമ്പഴം ഒരു മനുഷ്യനിരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മാക്സിമം വയറ് ഫുള്ളായി. ഓക്കെ, സോ ഹി ഹാസ് റീച്ച്ഡ് ദ മാക്സിമം ലിമിറ്റ് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇയാൾ കഴിക്കുമ്പോൾ ഇയാൾക്ക് അതിന് ഒരു മധുരവും തോന്നാനില്ല, ഒരു രസം തോന്നാനില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഫൈനലി ഇയാൾ എന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ അയാൾക്ക് കഴിക്കുമ്പോൾ നെഗറ്റീവ് എഫക്റ്റാണ് കിട്ടിയത്. ആദ്യം കഴിച്ച മാമ്പഴം എന്ത് മധുരമായിരുന്നു, ഇത് പുളിച്ചിട്ട് വയ്യ, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പഴുപ്പില്ല, ഇത് ഇങ്ങനെ പച്ചയായിട്ടായിരിക്കണം, അതിൻ്റെ അത്ര ഒരു ടേസ്റ്റ് വരുന്നില്ല, ജ്യൂസി അല്ല, അങ്ങനെ പല കംപ്ലയിൻസും നമുക്കതിൽ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. സോ വാട്ട് ദി ലോ ജനറലി സേസ് ഇസ് when you are taking the right commodity at the right time എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്തായിരിക്കും, ആ പ്രോഡക്റ്റ് നമുക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. പക്ഷേ ആ പ്രോഡക്റ്റിൽ കുറേശ്ശെ ദാറ്റ് ഈസ് എന്താ പറയുക, നമ്മളത് ആ സംഭവം തന്നെ പിന്നെയും നമ്മൾ ആ കമ്മോഡിറ്റി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കുറവാണ്. ഒരാൾക്ക് ബിരിയാണി ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് എന്നും ബിരിയാണി തന്നെയായാലും അല്ലെങ്കിൽ 3 നേരം ബിരിയാണി തന്നെയായാലും എത്ര ദിവസം അയാൾ ബിരിയാണി തിന്നും? മാക്സിമം ഫോർ 2 days, maximum for 2 days. Third day he'll get fed up of that, he'll say no to that. സോ ഇത് നെഗറ്റീവാണ് വരുന്നത്. അപ്പോൾ ആദ്യം കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആദ്യം കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ജനറലി ഗോസ് ഡൗൺ ആഫ്റ്റർ കൺസ്യൂമിങ് മോർ ആൻഡ് മോർ ഓഫ് ദി കമ്മോഡിറ്റി എന്നുള്ളതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ വിത്ത് എ ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ വി ഹാവ് സീൻ സോ ഫാർ ദാറ്റ്. ഇനി ഇതിൽ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ നമ്മൾ ഗ്രാഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടേ വരുന്നുണ്ട്. ഒരു മാംഗോ കഴിക്കുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 5 യൂണിറ്റ്സ് ആണ്. മാർജിനൽ യൂട്ടിലിറ്റിയും നമുക്ക് 5 യൂണിറ്റ്സ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ വെൻ ഹി കൺസ്യൂംസ് ദി സെക്കൻഡ് മാംഗോ കൺസ്യൂം ചെയ്യുമ്പോൾ ദ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ടു 9. 5 9 ആയിട്ട് ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 9 - 5, യു ആർ ഹാവിങ് ഓൺലി 4.
ഓക്കെ. സോ ആദ്യത്തെ മാംഗോ കഴിക്കുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 5 ആണ്. സെക്കൻഡ് മാംഗോ കഴിക്കുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 4ലേക്ക് ചുരുങ്ങി. ഇനി തേർഡ് മാംഗോ ഈ വ്യക്തി കഴിക്കുമ്പോൾ ഹീ ഈസ് ഗെറ്റിംഗ് ദ ടോട്ടൽ യൂട്ടിലിറ്റി ടു 12. ടോട്ടൽ യൂട്ടിലിറ്റി 12 ആണ്. മാർജിനൽ യൂട്ടിലിറ്റി എത്രയാവും? മുമ്പ് കിട്ടിയത് 9 ആണ്. ഓക്കെ. സോ 12 മൈനസ് 9 എന്ന് പറയുമ്പോൾ 3 ആയി. അപ്പോൾ 5-ന്ന് 4ആയി, 4-ന്ന് 3ആയി. ആൻഡ് അഗെയിൻ ദ ഫോർത്ത് മാംഗോ, ടോട്ടൽ യൂട്ടിലിറ്റി 14, മാർജിനൽ യൂട്ടിലിറ്റി 2. അതേപോലെ തന്നെ ഫിഫ്ത്ത് മാംഗോ, ടോട്ടൽ യൂട്ടിലിറ്റി 15, മാർജിനൽ യൂട്ടിലിറ്റി 1. ആൻഡ് അഗെയിൻ ദ സിക്സ്ത് മാംഗോ, ടോട്ടൽ യൂട്ടിലിറ്റി 15, marginal utility 0. And seventh mango, total utility 14 and marginal utility -1 അതിലേക്കാണ് എത്തിയത്. So it implies that that particular person, after reaching a certain limit, he is not able to consume the another one. So it goes to the diminishing marginal utility എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. It is clear from the above graph that the units of mango increases, the total utility increases, but at a decreasing rate എന്നുള്ളതാണ്. However, നിങ്ങൾ ടോട്ടൽ യൂട്ടിലിറ്റിയും നോക്കിയാലും ആദ്യം ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പതുക്കെ ആഫ്റ്റർ ദ സീലിംഗ് ലിമിറ്റ് അതും റെഡ്യൂസ് ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ എന്തായി, ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പതുക്കെ ഡിമിനിഷിങ് ലൈനിലേക്കാണ് പോകുന്നത്. സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദി ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് മാക്സിമം വെൻ ദി മാർജിനൽ യൂട്ടിലിറ്റി ഈസ് 0. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമത്തിലാണ് നിൽക്കുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി 0ൽ നിൽക്കുന്ന സമയത്ത്. അറ്റ് ദ സിക്സ്ത് യൂണിറ്റ് എന്ന് പറയുന്നതാണ് അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഫർദർ കൺസംഷൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഇഫ് ഹി കൺസ്യൂംസ് എ സെവൻത്ത് യൂണിറ്റ്, ഹി വിൽ ഡിറൈവ് ദ നെഗറ്റീവ് യൂട്ടിലിറ്റി. ദസ് അറ്റ് ദ സിക്സ്ത് യൂണിറ്റ് ഓഫ് കൺസംഷൻ ഹി എൻജോയ്സ് ദ മാക്സിമം. അപ്പോൾ ആറാമത്തെ മാങ്ങ കഴിക്കുമ്പോഴാണ് ഇയാളുടെ മാക്സിമം, ഇയാളുടെ ടോട്ടൽ യൂട്ടിലിറ്റി വരുന്നുള്ളൂ. മാർജിനൽ യൂട്ടിലിറ്റി അപ്പോഴേ അവിടെ ഡിമിനിഷ് ആവാനായിട്ട് തുടങ്ങി. സോ ഇതാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. ആൻഡ് ദെൻ റിലേഷൻ ബിറ്റ്വീൻ മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ടോട്ടൽ യൂട്ടിലിറ്റി നമുക്ക് നോക്കാം. മാർജിനൽ യൂട്ടിലിറ്റി എന്താ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഡിക്ലൈൻ ചെയ്യാണ്. ടോട്ടൽ യൂട്ടിലിറ്റി എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി ഇൻക്രീസ് ചെയ്യും, പക്ഷേ ഫൈനലി അത് ഡിമിനിഷിങ് റേറ്റിലേക്കാണ് എത്തുന്നത്. അതേപോലെ മാർജിനൽ യൂട്ടിലിറ്റി 0ലെത്തുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമത്തിലാണ് എപ്പോഴും നിൽക്കുക. അതേപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവിലേക്ക് വരുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയും ഡിക്ലൈൻ ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സ്റ്റേജാണ്. ഓക്കെ. മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആകുമ്പോഴാണ് ഡിക്ലൈൻ സ്റ്റേജിലേക്ക് വരുന്നത്, ടോട്ടൽ യൂട്ടിലിറ്റി വരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ അസംഷൻസും അതിൻ്റെ ലിമിറ്റേഷൻസും നമുക്ക് നോക്കാം. അസംഷൻസ് എന്ന് പറയുന്നത് ദ മെയിൻ അസംഷൻസ് ഓഫ് ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് the units of a commodity are identical or homogeneous. നമ്മളവിടെ കൺസ്യൂം ചെയ്യുന്നത് സെയിം പ്രോഡക്റ്റാണ്. ഓക്കെ. നമ്മളവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ദിസ് പെർട്ടിക്കുലർ പേഴ്സൺ ഈസ് ഹാവിങ് ഓൺലി മാംഗോസ് എന്നുള്ളതാണ്. അവിടെ എന്താ പറയുക, ഒരു മാംഗോ, ഒരു ആപ്പിൾ, ഒരു ഓറഞ്ച്, അങ്ങനെ ഡിഫറെൻറ്റ് കമ്മോഡിറ്റീസ് അല്ല ഹീ ഈസ് കൺസ്യൂമിങ് ദ ഐഡൻറ്റിക്കൽ പ്രോഡക്റ്റ്. ഓക്കെ. ദ കൺസ്യൂമേഴ്സ് ടേസ്റ്റ് ആൻഡ് ഫാഷൻസ് റിമെയിൻ അൺചേഞ്ച്ഡ്. ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ അയാളുടെ ടേസ്റ്റിൽ മാറ്റം വരുന്നില്ല. അയാളുടെ ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുന്നത് മാമ്പഴം തന്നെയാണ്. സോ അത് കഴിക്കാൻ തന്നെയാണ് അയാൾക്ക് ആഗ്രഹം കാണിക്കുന്നുള്ളൂ. അയാളുടെ ടേസ്റ്റിൽ അവിടെ മാറ്റം വരുന്നില്ല. ദർ ഇസ് നോ ടൈം ഇൻട്രവൽ ബിറ്റ്വീൻ ദ കൺസംഷൻ ഓഫ് 2 യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി. ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സസ് കണ്ടിന്യൂസ് ആണ്. So one mango is eaten at 10 a.m. and second one is taken at 11 a.m. and third one is 12 p.m. അങ്ങനെ ഓരോ മണിക്കൂറിലല്ല കഴിച്ചുകൊണ്ടിരിക്കുന്നത്. It is taking place as a continuous process. One after the another he goes on consuming എന്നുള്ളതാണ്. There should be no change in the income and price of goods. ഇതിൽ കമ്മോഡിറ്റി നമ്മൾ മേടിക്കുമ്പോൾ ടോട്ടൽ മാംഗോസ് എത്ര പ്രൈസിനും അതിൽ വേറെ ഒരു ചേഞ്ച് ഒന്നുമില്ല.
ഇൻകം ഇത്ര ഇൻകത്തിന് ഇത്ര പ്രോഡക്റ്റാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. ദ ലോ അസ്യൂംസ് യൂട്ടിലിറ്റി മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി. ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദി കൺസ്യൂമർ ഡു നോട്ട് ചേഞ്ച് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് കൺസംഷൻ. സോ ഇവിടെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ദ ലോ അസ്യൂംസ് യൂട്ടിലിറ്റി മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി. അപ്പോൾ ഓരോ മാമ്പഴത്തിൻ്റെ ഇതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ നമ്മൾ മേടിച്ചേക്കുന്നത് എത്രയാണോ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക ഒരു 50 റുപ്പീസിന് നമുക്കൊരു 10 മാംഗോസ് ആണെന്നുണ്ടെങ്കിൽ ഈച്ച് മാംഗോ 5 റുപ്പീസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിലൊന്നും മാറ്റം വരുന്നില്ല. നമ്മൾ 50 റുപ്പീസിന് 1 kg നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. അതിൽ 1 kgയിൽ നമുക്ക് 10 മാംഗോസ് ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ ഒരു മീഡിയം സൈസ്ഡ് മാംഗോസ് ആണ്. സോ വൺ ആഫ്റ്റർ ദി അനദർ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സോ അതിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് വരുന്നത്, അതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ എവറിത്തിങ് ഈസ് ടേക്കൺ അറ്റ് ദ സെയിം ടൈം. ബട്ട് ദി ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ആദ്യം ഇൻക്രീസിങ് ആയിട്ട് തോന്നിയാലും ആൻഡ് ഫൈനലി ഇറ്റ് ഓൾസോ ഡിമിനിഷിങ് റേറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് തുടക്കത്തിൽ ഇൻക്രീസ്ഡ് ആയാലും പിന്നെ വൺ ആഫ്റ്റർ ദി അനദർ ഇറ്റ് സ്ലോസ് ഡൗൺ എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഇനി ഇതിൽ എന്തൊക്കെയാണ് എക്സംഷൻസും ലിമിറ്റേഷൻസ് ആയിട്ട് വരണേ എന്നുള്ളത് നോക്കാം. The law of diminishing marginal utility may not apply to rare collections such as stamps, coins, old paintings. ഇപ്പോൾ ഇതിൽ നമുക്ക് ചില അമൂല്യമായിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ, അപ്പോൾ അങ്ങനത്തേനൊന്നും നമുക്ക് ഈ ഒരു ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് കമ്പയർ ചെയ്യാനോ നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാനോ പോലും പറ്റില്ല. The larger the number of a person collects, the greater will be his happiness. ഇപ്പോൾ സ്റ്റാമ്പ് കളക്ഷൻ ഉള്ള ഒരു പേഴ്സൺ ആണെന്ന് വിചാരിക്കാം, അയാൾക്ക് എത്ര സ്റ്റാമ്പ് കിട്ടിയാലും അയാൾക്ക് അതിലൊരു എന്താ പറയുക അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഒരു കുറവ് വരില്ല. കാരണം എത്രയും കളക്ഷൻ കൂടണോ അത്രയും അയാളുടെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യാറ്. ഓക്കെ, ഇനി the law of diminishing marginal utility does not hold goods in the consumption of liquor. The more of a person drinks, the more he likes. ഇവിടെ അതേപോലെ തന്നെ കൺസംഷൻ ഓഫ് ആൽക്കഹോളിലും നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം എത്രയാണോ കൺസ്യൂം ചെയ്യുന്നത് അത്രയും ഇതിനോടുള്ള ഒരു ഇഷ്ടം കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ, അതൊരിക്കലും കുറയില്ല എന്നുള്ളതാണ്. ആൻഡ് ദി ലോ ഡസ് നോട്ട് അപ്ലൈ ടു എ മൈസർ. ഒരു ഏറ്റവും സ്ട്രിഞ്ചി ആയിട്ടുള്ള ഒരു പേഴ്സണും നമുക്ക് ഈ ലോ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. The law cannot apply to money. അതേപോലെ മണീനെ നമുക്കിതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. The law fails when there is a large number of consumers to consume a commodity. അപ്പോൾ കുറേ നമ്മുടെ പ്രോഡക്റ്റ് വളരെ കുറച്ചുള്ള കമ്മോഡിറ്റി കുറച്ചുള്ള പക്ഷേ കൺസ്യൂമേഴ്സ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അവിടെയും നമുക്ക് ദ ലോ ഫെയിൽ ആവാണ് ചെയ്യാറ്. പിന്നെ കൺസ്യൂമർ കൺസ്യൂംസ് എ കമ്മോഡിറ്റി ഫോർ ദി ഫസ്റ്റ് ടൈം ദെൻ ഹി മേ ഗെറ്റ് ഇൻക്രീസിങ് മാർജിനൽ റേറ്റ് ഫോർ സം ടൈം. അതേപോലെ തന്നെ പക്ഷേ പിന്നീട് അതിങ്ങനെ കുറഞ്ഞു വരും. ഒരു സാധനം ആദ്യമായിട്ട് നമുക്ക് കിട്ടുമ്പോൾ അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. പക്ഷേ ഓരോ ദിവസം ചെല്ലും തോറും അത് പതുക്കെ അതിൻ്റെ ഇതൊക്കെ കുറഞ്ഞു സാറ്റിസ്ഫാക്ഷനൊക്കെ കുറഞ്ഞു വരും. ദ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് മൊബൈൽ ഫോൺസാണ്. നമ്മുടെ സെൽഫോൺസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം ഒരിക്കലും വരാത്തൊരു മോഡലാണ് നമ്മളിപ്പോൾ പുതിയത് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഒരു മോഡലാണ്. അത് നമ്മൾ വളരെ ഇഷ്ടത്തോടു കൂടി നമ്മൾ മേടിച്ച് വല്ലാണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റാണ്. അത് നമുക്ക് കിട്ടി. ഓക്കെ, അത് കിട്ടണവരിക്കും ഉണ്ടായിരുന്നൊരാഗ്രഹം, അത് കിട്ടിയ ആദ്യത്തെ ദിവസം നമുക്കുണ്ടാകുന്ന സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അതിനേക്കാളും അഡ്വാൻസ്ഡ് ഒരു ഫോണും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിമിനിഷ് ചെയ്ത് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ മാറി ഇത് അതർ ബ്രാൻഡിലേക്ക് അല്ലെങ്കിൽ അനദർ ഫീച്ചറിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ന്യൂ മോഡലിലേക്ക് നമ്മൾ ഇൻക്രീസ്ഡ് ആയിട്ട് നമ്മൾ പോകുന്നൊരു സിറ്റുവേഷൻ. ഓക്കെ, അതാണ് നമുക്കതിൽ എന്താ പറയുക, നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ദി ലോ ആണ്. ഹെൽപ്ഫുൾ ഇൻ ടാക്സേഷൻ. The law of diminishing marginal utility is of great help in the sphere of taxation. The principle of taxation in the one is that taxes should be levied according to the people's ability to pay. ആൾക്കാർ എത്രത്തോളം അവർക്ക് എബിലിറ്റി ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ടാക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും നമുക്ക് റിച്ച് പീപ്പിൾ വിൽ പേ മോർ ടാക്സസ് എന്നുള്ളൊരു ഇതിലേക്ക് വരും.
പുവറിനേക്കാളും റിച്ച് പീപ്പിൾ വിൽ പേ മോർ ടാക്സസ് എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരു സർട്ടൻ ലിമിറ്റാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ആ ഒരു ലിമിറ്റിനെ എക്സീഡ് ചെയ്ത് വരുന്നവരാണ്. പക്ഷേ ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ദ പേഴ്സൺ ഹു ഈസ് ഹാവിങ് ദ റിച്ചർ എമൗണ്ട് അവർ കുറച്ചും കൂടി മോർ ടാക്സ് അവർ പേ ചെയ്യും ദാൻ ദി പുവർ എന്നുള്ളത് അല്ലേ. ഇപ്പോൾ നമ്മുടെ സീലിംഗ് ലിമിറ്റൊക്കെ നോക്കി കഴിഞ്ഞാൽ സീലിംഗ് ലിമിറ്റിന് താഴെ വരുന്നവരൊന്നും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഇസ് ദ പുവർ പീപ്പിൾ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ദ പേഴ്സൺ ഹു ക്രോസ് ദ ലിമിറ്റ് എന്നുള്ള ആൾക്കാർ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ബേസിസ് ദ പോളിസി ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്നുള്ളതാണ്. വിത്ത് എ വ്യൂ ടു റെഡ്യൂസ് ദ വെൽത്ത് ഓഫ് ദ റിച്ച് ദ ഗവൺമെൻറ് ലെവി ഹയർ ടാക്സസ് ഓൺ ദ റിച്ച്. അപ്പോൾ കൂടുതൽ പൈസ എപ്പോഴും ദ വെൽത്തിയസ്റ്റ് പീപ്പിൾ അല്ലെങ്കിൽ റിച്ചസ്റ്റ് പീപ്പിളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പുവർ പീപ്പിളിനും കിട്ടാൻ വേണ്ടിയിട്ടാണ് മോർ ടാക്സ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. ദ മണി ദസ് ടേക്കൻ ഫ്രം ദ റിച്ച് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി പുവർ ഇൻ ദ വേ ഓഫ് ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ മെഡിക്കൽ എയ്ഡ് എക്സെട്ര. അതായത് കാശുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ ടാക്സിൻ്റെ രൂപത്തിൽ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ആർക്കാണ് നമ്മൾ ഉപകാരപ്രദമായിട്ട് നമ്മൾ ചെയ്യുന്നത്? ഏറ്റവും പൂറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്കും എഡ്യൂക്കേഷൻ, ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ മെഡിക്കൽ സർവീസസ് കൊടുക്കാനൊക്കെ ആയിട്ട് അതർ ഫ്രീ സർവീസസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഹെൽപ്ഫുൾ ഇൻ റെഗുലേറ്റിംഗ് ഡെയിലി എക്സ്പെൻഡിച്ചർ. നമ്മുടെ ആസ് വി ഗോ ഓൺ ബൈയിങ് മോർ ഓഫ് എ കമ്മോഡിറ്റി ഇറ്റ്സ് മാർജിനൽ യൂട്ടിലിറ്റി ഫോൾസ്. അത് നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായതാണ്. വി ഷുഡ് നോട്ട് ബൈ ടു മച്ച് ഓഫ് പർട്ടിക്കുലർ കമ്മോഡിറ്റി. വി ഷുഡ് സ്റ്റോപ്പ് ഫർദർ ബൈയിങ് അറ്റ് എ പോയിൻറ്റ് വെർ മാർജിനൽ യൂട്ടിലിറ്റി ഈക്വൽസ് ടു ദി പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. അതായത് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോ തന്നെ അപ്ലൈ ചെയ്യുന്നത്. ഏത് പ്രോഡക്റ്റിനെടുത്താലും നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആയാലും നമ്മളതൊരു സർട്ടൻ ലിമിറ്റ് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റോപ്സ് വിത്ത് ദാറ്റ്. അത് കഴിഞ്ഞാൽ ദ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി വിൽ ഗോ ഡൗൺ എന്നുള്ളതാണ് ഓരോ ഭാഗവും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ ടു ഡിറ്റർമൈൻ ദി മാർക്കറ്റ് പ്രൈസ് ഓൾസോ. The law can be applied for determining the market price of commodities. It states that the price of a commodity must fall when its supply increases. Supply കൂടുന്തോറും മാർക്കറ്റിൽ അതിൻ്റെ സപ്ലൈ കൂടുന്തോറും അതിൻ്റെ പ്രൈസ് റെഡ്യൂസ് ചെയ്താലാണ് നമുക്ക് കമ്മോഡിറ്റി അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ്ഡ് ആയിട്ട് നമുക്ക് നിർത്താനായിട്ട് സാധിക്കുള്ളൂ. അതേപോലെ തന്നെ ഹെൽപ്ഫുൾ ടു ദി മോണോപോളിസ്റ്റ്. The law of diminishing margin utility helps the monopolist to charge different prices from different types of people with different incomes in order to make maximum profit. Monopoly എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ സിംഗിൾ സെല്ലറേ അവിടെ ഉള്ളൂ. ഇഷ്ടം പോലെ ബയേഴ്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, അതിക്ക് ആവശ്യമായിട്ടുള്ള നല്ല ബയേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ബയേഴ്സിനടുത്ത് ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സിനടുത്ത് ഡിഫറെൻറ്റ് പ്രൈസസ് അയാൾക്ക് പറയാം. അയാൾ പറയുന്നതാണ് അവിടെ പ്രൈസ്. സോ he can do anything to maximize his profit എന്നുള്ളതാണ്. സോ അവരുടെ മെയിൻ ഉദ്ദേശം എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഡിഫറെൻറ്റ് ഇൻകംസ് മേടിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് മൊണോപോളിസ്റ്റിൻ്റെ ഒരു കാര്യം. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ബേസിസ് ഓഫ് എക്കണോമിക് ലോ എന്നുള്ളതാണ്. It is a fundamental. This law explains why demand curve slope downwards. ഇതിൻ്റെ ഡിമാൻഡ് കർവ്സിൻ്റെ കാര്യം ലോ ഓഫ് ഡിമാൻഡും നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് അല്ലേ. പ്രൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയാണ് ചെയ്യുക. പ്രോഡക്റ്റിൻ്റെ പ്രൈസ് റെഡ്യൂസ്ഡ് ആകുമ്പോൾ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഏത് സ്റ്റേജിലാണ് ഇതൊക്കെ മാറുന്നത്? എപ്പോഴാണ് ലോ ഓഫ് ഡിമാൻഡ് കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ലോ ഓഫ് കൺസ്യൂമർ സർപ്ലസ്, ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി, elasticity of demand etc. have been derived from the law of diminishing marginal utility. അതിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഈ 3 കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് അടുത്ത വരും ക്ലാസ്സുകളിലൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉള്ളത്. ക്ലിയർ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നമ്മൾ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ യൂട്ടിലിറ്റി എന്താണ്, ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്, അതേപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്, കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്താണ്,
അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഉരുതിരിഞ്ഞ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇപ്പോൾ ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ക്ലാസ് നല്ലോണം ശ്രദ്ധിക്കാം. അലോങ് വാച്ച് ദി ക്ലാസ് അലോങ് വിത്ത് യുവർ ടെക്സ്റ്റ് ബുക്സ്. എന്നാലാണ് നമുക്ക് ഡൗട്ട് വരുമ്പോൾ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാനും ചോദിക്കാനും ഒക്കെ ഹെൽപ്ഫുൾ ആവുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് കാര്യങ്ങൾ ചോദിക്കാം. സോ നിങ്ങളുടെ റെസ്പോൺസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഭാഗമാണോ എവിടെയാണോ മനസ്സിലാവാത്തത് അത് ഓരോ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്കിൻ്റെ സമയത്ത് മിസ് എനിക്ക് ഈ ഭാഗം മനസ്സിലായില്ല, ഇതിൽ ഡൗട്ടുണ്ട്, ഓപ്പണായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ച് നമ്മുടെ അറിവിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.